മാതാപിതാ ഗുരുദൈവം എന്നെഴുതിയ പ്ലക്കാർഡുമായി ഹരിപ്പാട് ആയാമ്പറമ്പ് ഗാന്ധിഭവൻ അന്തേവാസികൾ ചെങ്ങന്നൂർ സരസ് മേളയിലെത്തി. മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിലുള്ള സരസ് സംഘാടകർ അച്ഛനമ്മമാരെ സ്വീകരിച്ചു. മക്കളെ മാതാപിതാക്കളെ ഒറ്റപ്പെടുത്തരുത്, മാതാപിതാ ഗുരുദൈവം എന്നും എഴുതിയ പ്ലക്കാർഡുമായാണ് ഹരിപ്പാട് ആയാപ്പറമ്പ് ഗാന്ധിഭവൻ അന്തേവാസികൾ ചെങ്ങന്നൂർ സരസ് മേളയിലെത്തിയത്. ക്രിസ്മസ് ആഘോഷത്തിന് മന്ത്രി സജി ചെറിയാന്റെ വസതിയിൽ സ്നേഹവിരുന്നിനെത്തിയ ഗാന്ധിഭവൻ അന്തേവാസികൾക്ക് മന്ത്രി സജി ചെറിയാൻ നൽകിയ പുതുവസ്ത്രം ധരിച്ച് ഗാന്ധിഭവനിലെ അച്ഛനമ്മമാർ മന്ത്രിയുടെ ക്ഷണപ്രകാരമാണ് സരസ് മേളയിൽ അതിഥികളായി എത്തിയത്. മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിലുള്ള സരസ് സംഘാടകർ അച്ഛനമ്മമാരെ സ്വീകരിച്ചു. വീട്ടുകാരെ അപേക്ഷിച്ച് ഗാന്ധിഭവൻ അമ്മമാരും അച്ഛന്മാരുമായി സ്വീകരിച്ച് സംരക്ഷിക്കുന്ന മാതാപിതാക്കളാണ് നമ്മുടെ സരസ് മേളകളെ ഇന്ന് വരുത്തിയത്. അവരുടെ വലിയൊരു സന്ദേശം ഇവിടെ കാണിക്കാൻ ലക്ഷ്യമാണ് ഉള്ളത്. ജാനകിയമ്മ 96 വയസ്സുള്ള ജാനകിയമ്മ എഴുതിയിരിക്കുന്ന ബോർഡ് മാതാപിതാ ഗുരുദൈവം. മക്കളെ മാതാപിതാക്കളെ ഒറ്റപ്പെടുത്തരുത്. ഈ 96 വയസ്സുള്ള ജാനകിയമ്മ മുതൽ വളരെയേറെ പ്രായമുള്ള ആരോഗ്യ പ്രശ്നമുള്ള നമ്മുടെ മാതാപിതാക്കൾ എത്തിയിരിക്കുന്നത് ഈ പുനഃശ്രമിക്കുന്ന ഫോട്ടോഗ്രാഫർമാരെല്ലാം ഒരു മക്കളാലും ബന്ധുക്കളാലും ഉപേക്ഷിക്കപ്പെട്ട് ഏറെ ദുരിതമനുഭവിച്ച് ഗാന്ധിഭവനിലെ സ്നേഹവീട്ടിൽ എത്തപ്പെട്ട ഈ അച്ഛനമ്മമാർ പുതുതലമുറയ്ക്ക് നൽകാനുള്ള സന്ദേശങ്ങളാണ് പ്ലക്കാർഡുകളാക്കി സരസ് മേളയിൽ ഉയർത്തിക്കാട്ടിയത്. 96 വയസ്സുള്ള ജാനകിയമ്മ ഉൾപ്പെടെ ആയാപ്പറമ്പ് ഗാന്ധിഭവൻ ഡയറക്ടർ മുഹമ്മദ് ഷമീറിന്റെ നേതൃത്വത്തിൽ 20ഓളം അച്ഛനമ്മമാരാണ് എത്തിയത്. മനസ്സ് നന്നാവട്ടെ മതമേതെങ്കിലുമാകട്ടെ എന്ന ഗാനമാലപിച്ച് ബാലാമണിയമ്മ കാണികളുടെ മനം കവർന്നു. മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലുമാവട്ടെ മാനവകൃത്യം ജില്ലയിലെല്ലാം പാമ്പുകൾ വിടരട്ടെ. മുട്ടാർ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്ന ബാലാമണിയമ്മ ഭർത്താവിന്റെ മരണത്തോടെ സ്വയം ഗാന്ധിഭവനിൽ എത്തുകയായിരുന്നു. ഭിന്നശേഷിക്കാരനായ കൊച്ചുമോന്റെ മിമിക്രിയും ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, മാന്നാർ.